നമസ്കാരം. എന്താ ചൂടല്ലേ? ഒന്ന് മഴ പെയ്തെങ്കിൽ. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാനും നിങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ മഴയും പെയ്തു, വേനൽ ചൂടിന് താൽക്കാലിക ആശ്വാസവും ലഭിച്ചിരുന്നു. എന്നാൽ അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ, നമ്മളെ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ്. ഇടയ്ക്കിടെ വേനൽ മഴ പെയ്ത് അന്തരീക്ഷം തെളിയുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം. സൂര്യനിൽ നിന്നുള്ള അപകടകരമായ അൾട്രാ വയലറ്റ് രശ്മികൾ അല്ലെങ്കിൽ UV കൂടുതൽ ശക്തമായി പതിക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. മഴക്കാറും മഴയും പൊടിപടലങ്ങളും ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒഴിഞ്ഞ അന്തരീക്ഷത്തിൽ തടസ്സങ്ങളില്ലാതെ വേഗം ഭൂമിയിലെത്തുന്ന രശ്മികൾ തുടർച്ചയായി ഏൽക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തും. നിറം മാറി പൊള്ളലുണ്ടാകാം, കാഴ്ചശക്തിയെയും പ്രതിരോധ ശക്തിയെയും ബാധിക്കാം. അതുകൊണ്ടാണ് ചൂട് ദിനങ്ങളിൽ കുട ചൂടാൻ നിർദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് വേനൽ മഴയും കാറ്റും ശക്തമാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മഴയ്ക്കൊപ്പം പരമാവധി 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. വേനൽ മഴ ശക്തമായതോടെ ചൂടിന് നേരിയ ആശ്വാസമുണ്ട്, അത് സത്യമാണ്. പക്ഷേ UV ഇൻഡെക്സ് വികിരണ തോത് ഉയർന്നു നിൽക്കുകയാണ്. ജാഗ്രതയുടെ ഭാഗമായി പൊതുജനങ്ങൾ രാവിലെ 11 മുതൽ 3 മണി വരെയുള്ള വെയിൽ ഏൽക്കരുതെന്നും മുന്നറിയിപ്പിലുണ്ട്. 2014 ശേഷം UVയുടെ ശക്തി വർദ്ധിക്കുന്നതായിട്ടാണ് നിരീക്ഷണം. അത് ചൂടിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. UVA, UVB, UVC എന്നിങ്ങനെ 3 തരമുണ്ട് അൾട്രാ വയലറ്റ് രശ്മികൾ. കൂടുതൽ ശക്തിയുള്ള UVC താഴെ പതിക്കാതെ ഭൂമിക്ക് 2 കിലോമീറ്റർ മുകളിൽ വെച്ച് വിവിധ വാതകങ്ങൾ വലിച്ചെടുക്കും. ഭൂമിയിലെത്തുന്ന UVB കണ്ണിലെ തിമിരത്തിനുൾപ്പെടെ കാരണമാകും. വിവിധ ത്വക്ക് രോഗങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി UVA ജീവജാലങ്ങളുടെ ശരീരത്തിലെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുമെന്നാണ് നിഗമനം. ജനിതക വ്യത്യാസം അനുസരിച്ച് UVയുടെ ആഘാതത്തിൽ ശരീരത്തിന്റെ പ്രതികരണവും ലക്ഷണങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. തൊലിയിലെ വർണ്ണഘടക വസ്തുവായ മെലാനിൻ കുറഞ്ഞവരിലാണ് ആഘാതം കൂടുതലും ഉണ്ടാകുക. കാലാവസ്ഥ വ്യതിയാനത്തിൽ വർഷം തോറും ചൂട് വർദ്ധിക്കുമ്പോൾ UV ആഘാതത്തെക്കുറിച്ച് വിദേശ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലാണ് ഇപ്പോഴും പഠനത്തിന് അടിസ്ഥാനം. UVയുടെ അളവ് രേഖപ്പെടുത്തുന്നത് ഇൻഡെക്സ് ആയിട്ടാണ്. ഇൻഡെക്സ് 8 മുതൽ ആരോഗ്യത്തിന് ഗുണമല്ലെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. 11 മുതൽ മുകളിൽ ഏറെ കരുതൽ വേണം. പകൽ 11 മുതൽ 1:30 വരെയുള്ള സമയം തുടർച്ചയായി രശ്മി ഏൽക്കരുത്. പണ്ട് മഴയെന്ന് കേൾക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും കുളിരു കോരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് മഴയെന്ന് കേൾക്കുമ്പോൾ നെഞ്ചിൽ തീയാണ്. മഴ പെയ്തൊഴിയുകയല്ല, മഴ പെയ്തു പ്രളയമായി തീരുകയാണ് സമീപകാലങ്ങളിലൊക്കെ. മാനം കറക്കുമ്പോൾ നാട്ടുകാരുടെ മനവും കറക്കുകയാണ്. കാലാവസ്ഥാ പ്രതിഭാസം കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. മഴയും വേനലും എല്ലാം നമ്മെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ പഴമക്കാർ ചെറുതായി കാണരുതെന്ന് പറഞ്ഞപ്പോൾ പുച്ഛിച്ച് തള്ളി. അതൊക്കെ ഏതോ കാലത്ത് വരാനുള്ളതാണെന്ന് വിധി എഴുതി. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് നമ്മുടെ വിധി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ കരുതിയിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.